ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ മലയാളത്തിന്റെ അഭിമാന താരമായ ലാലേട്ടന് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭ്യമായി എന്നൊരു വാർത്ത വന്നത് ഇന്നലെ ആയിരുന്നല്ലോ. രാജ്യം നൽകുന്ന പരമോന്നത ബഹുമതി ലാലേട്ടന് ലഭ്യമാകുമ്പോൾ അത് വലിയ ആവേശത്തോടെ ആരവത്തോടെ നമ്മുടെ മലയാളികൾ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ആദ്യ നിമിഷം മുതൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മുതൽ ഇങ്ങ് മലയാള സിനിമയിലെ അന്യഭാഷയിലുള്ളവരുടെ എല്ലാം തന്നെ വലിയ അഭിനന്ദന പ്രവാഹം നേടിയെടുത്ത് ലാലേട്ടൻ മുന്നോട്ട് കുതിക്കുകയാണ്. പത്രമാധ്യമങ്ങളിലും ന്യൂസ് ചാനലുകളിലും അതോടൊപ്പം തന്നെ എക്സ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പേജുകളിലെല്ലാം തന്നെ ലാലേട്ടനെ കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് നമുക്ക് ഇന്ന് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇതിനിടയിൽ തനിക്ക് കിട്ടിയ അഭിനന്ദന പ്രവാഹങ്ങൾക്ക് നന്ദി അറിയിക്കാനായിട്ട് ലാലേട്ടൻ ഇന്നൊരു പ്രസ് മീറ്റ് കൂടി നടത്തുന്ന ഒരു കാഴ്ച കണ്ടു. മലയാള സിനിമയ്ക്ക് താൻ പുരസ്കാരം സമർപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിനിടയിൽ ലാലേട്ടൻ ദൃശ്യം 3 എന്ന സിനിമയുടെ ആ ഒരു അപ്ഡേറ്റും പുറത്തുവിട്ടിരിക്കുകയാണ്. നാളെ തൊടുപുഴയിൽ ദൃശ്യം 3 എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നു എന്നാണ് ലാലേട്ടൻ അറിയിച്ചിരിക്കുന്നത്. ലാലേട്ടന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നാണല്ലോ ദൃശ്യം. ആ ദൃശ്യത്തിന്റെ 3ാം ഭാഗം ഷൂട്ടിംഗ് ആരംഭിക്കാനായിട്ട് ഇതിനേക്കാൾ മികച്ചൊരു വർഷം സമയമൊന്നും തന്നെ വേറെയില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും ദൃശ്യം 3യുടെ കൂടുതൽ വാർത്തകൾക്ക് നമുക്ക് കാത്തിരിക്കാം. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലാലേട്ടൻ മറ്റന്നാൾ സെപ്റ്റംബർ 23-നാണ് ഏറ്റുവാങ്ങാനായിട്ട് ഒരുങ്ങുന്നത്. ഇതിനിടയിൽ ഓണക്കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ ലാലേട്ടന്റെ ഹൃദയപൂർവ്വം 4ാമത്തെ ഞായറാഴ്ചയും തിയേറ്ററുകളിൽ മുന്നേറുകയാണല്ലോ. കഴിഞ്ഞ മണിക്കൂറിലും സിനിമയ്ക്ക് 1000-ന് മുകളിൽ ടിക്കറ്റ് വിൽപ്പന നടന്നിരിക്കുകയാണ്. ഒരു ഫാമിലി പടത്തിന്റെ വലിയ വിജയം നേടിയെടുത്ത ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ OTT റിലീസ് ഈ ആഴ്ചയാണെന്ന് പോലും ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിട്ടും സിനിമ കാണാനായിട്ട് തിയേറ്ററുകളിൽ ആളുകളുണ്ട് എന്താ ലാലേട്ടന്റെ ആ ഒരു ബോക്സ് ഓഫീസ് പവർ ഏത് ലെവലാണ് എന്ന് ഒരിക്കൽ കൂടി കാണിച്ചു തരികയാണ്. ഈ വർഷം തുടക്കം മുതൽ ഇതുവരെ ലാലേട്ടൻ വിമർശകർക്ക് കരയാനുള്ള എല്ലാവിധ കണ്ടന്റുകളും ലാലേട്ടൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത് തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. കാത്തിരിക്കൂ കൂടുതൽ ലാലേട്ടൻ സിനിമകളുടെ റിപ്പോർട്ടുകൾക്ക്. ഇതിനിടയിൽ ഓടും കുതിര ചാടും കുതിര എന്ന സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം ഇന്ന് വന്നിരിക്കുകയാണ്. മുൻപ് പലതവണ പ്രേക്ഷകർ അറിയിച്ചതുപോലെ സെപ്റ്റംബർ 26-ാം തീയതി ഈ ആഴ്ച സിനിമ OTT റിലീസ് ആകുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു. നെറ്റ്ഫ്ലിക്സിലൂടെ പാനന്തൻ ഭാഷകളിൽ സിനിമ OTT റിലീസ് ആകുമെന്ന് കൂടി പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. ലോക കല്യാണി പ്രിയദർശന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയം നേടിയെടുത്ത സിനിമയാണെങ്കിൽ കല്യാണി അഭിനയിച്ച സിനിമകളിൽ ഏറ്റവും വലിയ ഡിസാസ്റ്ററായി മാറിയ സിനിമ ഫഹദ് നായകനായി എത്തിയ ഓടും കുതിര ചാടും കുതിര തന്നെയാണ്. അപ്പോൾ കാത്തിരിക്കൂ ഓടും കുതിര ചാടും കുതിര OTTയിൽ കാണുവാനായിട്ട്.